പ്രിയ +2 വിദ്യാർത്ഥികളെ, ഇംഗ്ലീഷ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് പേപ്പറിലെ മെൻഡിങ് വാൾ എന്ന കവിതയും അതിൽ വരുന്ന പരീക്ഷാ ചോദ്യങ്ങളും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് കവിതകൾ അവയുടെ സമ്മറി പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നെങ്കിൽ മാത്രമേ അതിൽ വരുന്ന അപ്രീസിയേഷൻ ആയാലും മറ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുകയുള്ളൂ. ഈ ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3 പാരഗ്രാഫ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം അത് പഠിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസൊക്കെ ഈസിയായി ചെയ്യാൻ പറ്റും. അത് ഏത് രീതിയിൽ ചോദിച്ചാലും ഈ തന്ന 3 പാരഗ്രാഫിലെ പോയിൻറ്റ്സുകൾ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഈ പാഠം എടുക്കുന്നത് ഒന്നാമത്തെ കവിതകൾ വായിച്ചു പോകും. അതിൻ്റെ പാരാഫ്രൈസിങ്ങും അതിൻ്റെ സമ്മറി പറഞ്ഞു തരും. അതിൻ്റെ ഡയറക്റ്റ് സമ്മറി മീൻസ് അതിൻ്റെ ഡയറക്റ്റ് കഥ മനസ്സിലാക്കി തരും. പിന്നീട് അതിൽ വരുന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അതിലെ ലൈൻ ബൈ ലൈന് തർജ്ജമയോടുകൂടിയും എക്സ്പ്ലനേഷൻ കൂടി പോകാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാം, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതകളും പൊതു സ്വഭാവങ്ങളും. റോബർട്ട് ഫ്രോസ്റ്റ് ഒരു അമേരിക്കൻ പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് ഇറ്റ് ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം എന്നുള്ളതാണ്. വളരെ ലളിതമായും വളരെ സന്തോഷകരമായും തുടങ്ങുന്ന കവിതകൾ അത് അവസാനിക്കുന്നത് പലപ്പോഴും ഒരു തത്വചിന്തയിൽ അവസാനിക്കുന്ന ഒരു ഫിലോസോഫിക്കൽ വ്യൂയോടുകൂടി അവസാനിക്കുന്ന കവിതയായിരിക്കും അദ്ദേഹത്തിൻ്റെ കവിത. നമുക്കറിയാം, ചെറിയ ക്ലാസ്സിൽ പഠിച്ച് കാണും. സ്റ്റോപ്പിംഗ് ബൈ ബൂട്ട്സ് ഓൺ എസ് നൗ ഈവനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള കവിത അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള പാഠം മെൻഡിങ് വാൾ എന്നുള്ളതാണ്. ആദ്യമായി തന്നെ അതിൻ്റെ ലൈൻസ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണും. സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ ദാറ്റ് സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ് ആൻഡ് സ്പിൽസ് ദി അപ്പർ ബൗൾഡേഴ്സ് ഇൻ ദി സൺ ആൻഡ് മേക്സ് ദി ഗ്യാപ്പ് even two can pass abreast. The work of hunter is another thing. I have come after them and made repair where they would have left not one stone on a stone, but they would have the rabbit out of hiding to please the helping dogs. The gaps I mean, no one has seen them made or heard them made, but at spring mending time we find them there. I let my neighbor know beyond the hill, and on a day we meet the walk the line and set the wall between us once again. We keep the wall between us and we go to eat the boulders that have fallen to each, and some are lobes and some so nearly balls. We have to use a spell to make them balance. Stay where you are until our backs are turned. We wear our fingers rough with handing them. നമുക്ക് അതിനെ പാരഫ്രൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? വി ക്യാൻ ട്രൈ ടു പാരഫ്രൈസ് these lines. We can paraphrase like this: there was a ball which does not like something. The wall expands in frozen ground, hence the gap is created in the wall. The poet saw a gap in the wall. The gap is enough to enter the hunters. When I come to repair the wall, I found the hunter would bring into the open the hiding rabbit to make the barking dogs happy. We cannot see anybody who were making the gap in the wall. In spring season, when we come the place to repair the wall, in the repairing time, it was in spring season. I saw the neighbor near the wall. We repaired the wall with the boulders in that time.
Oh, just another kind of outdoor game. On a side, it comes a little more. There where it is we do not need the wall. Here he is all pine and I am a- apple orchard. My apple trees will never get across and eat the corns under his pines. I tell he only says, good fences make good neighbors. Spring is the mischief in me, and I wonder if I could put a notion in his head. Why do they make good neighbors? Isn't it where there are cows? But here there are no cows. Before I built a wall, I would ask to know what I was wailing or in walling out, and to whom I was like to give offense. Something there is that doesn't love the wall, that wants it down. I could say elves to him, but it is not elves exactly, and I would rather he said it to for himself. I see him there, bringing a stone grasped firmly by the top. In each hand, like an old stone savage, armed, he moves in darkness as it seems to me. Not of woods only and the shade of trees. He will not go behind his father's saying, and he likes having the thought of it so well. He says again, good fences make good neighbors. That is the end of the poem. In the second part, we can paraphrase the lines as spring season is mischievous because it is that time the gaps are found in the walls. The poet himself asks the question, why do they make good neighbors? The poet could not convince the neighbor the wall is an unwanted there, but he looked like an uncivilized man with the old stone age and continued his task. He was not ready to give up his father's saying, although he has thought about it so well. He repeats that good fences make good neighbors. That is the summary of the English. When we go to the appreciation of the poem, we can also read the same passage and can explain the line by line in English as well as in Malayalam. It will help you to understand the poem better. First question, probable question. Prepare an appreciation of the poem Mending Wall. You read this question. The poem Mending Wall opens with a narrator and his neighbor coming together to mend the wall that divides his properties. Every year, the two neighbors meet to repair the stone wall. ഇവിടെ നോക്കുക, ഇതിൻ്റെ മലയാളം ഡയറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ഫസ്റ്റ് ടൈമിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർ മലയാളം ട്രാൻസ്ലേഷനും കൂടി മനസ്സിലാക്കി പഠിക്കുക. ഡയറക്റ്റായി ഇത് വളരെ സിമ്പിളായി ഒരു ഇംഗ്ലീഷിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഡിഫിക്കൽട്ട് വേർഡ്സൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പാസേജ് പൂർണ്ണമായും ബൈഹാർട്ട് പഠിക്കുക. അതോടൊപ്പം ആ സ്റ്റോറി അറിഞ്ഞിട്ട് അതിലടങ്ങിയിരിക്കുന്ന പോയിൻറ്റ്സ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി ഈ പാഠഭാഗത്ത് നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നോക്കുക, the poem Mending Wall opens with a narrator and his neighbor coming together to mend the wall that divides their properties. എന്താണ് മീനിങ്? ഈ മെൻഡിങ് വാൾ എന്ന കവിത ആരംഭിക്കുന്നത് ഈ കഥാകാരൻ ഈ പോയറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അയൽവാസിയും അവരുടെ സ്വത്ത് ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വത്തിൻ്റെ അതിരിൽ കിടക്കുന്ന ഒരു മതിൽ റിപ്പയർ ആക്കാൻ വേണ്ടി വന്നതാണ്. അവരെ നൈബറിൻ്റെയും പോയറ്റിൻ്റെയും സ്ഥലത്തിൻ്റെ അതിരിൽ ഒരു കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു മതിലുണ്ട്. അതാണ് മെൻഡിങ് വാൾ. മെൻഡിങ് വാൾ എന്ന അർത്ഥമാക്കുന്നത് മെൻഡ് എന്ന് പറഞ്ഞാൽ റിപ്പയർ എന്നുള്ളതാണ്. റിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുന്ന മതിൽ എന്നൊക്കെ അതിന് വേണ്ടി തർജ്ജമ ചെയ്യാം. അപ്പോൾ ഇവിടെ അവരുടെ സ്വത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ സ്വത്ത്, അവരുടെ സ്വത്ത് ഡിവൈഡ് ചെയ്യുന്ന ഭാഗത്തുള്ള മതിൽ റിപ്പയർ ചെയ്യാൻ അവർ എത്തിയിട്ടുള്ള ഒരു ടൈമാണത്. എവരി ഇയർ 2 നൈബേഴ്സ് മീറ്റ് ടു റിപ്പയർ ദി സ്റ്റോൺ വാൾ. എല്ലാ വർഷവും അവർ ഈ സ്റ്റോൺ വാള് നന്നാക്കാൻ വേണ്ടി വരുന്നു അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നു. ദ പോയറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഈസ് സംതിങ് ഇൻ നേച്ചർ ദാറ്റ് ഡസ് നോട്ട് ലവ് എ വാൾ. പക്ഷേ കവി അവിടെ പറയുകയാണ്,
അവിടെ ആ പ്രകൃതി, ആ മറ്റൊരു പറഞ്ഞ ആ മതിൽ, ആ ചുറ്റുപാട്, ആ പ്രകൃതിക്ക് ആ മതിൽ നിർമ്മിക്കുക എന്നുള്ള മതിലുണ്ടാക്കുക എന്നുള്ളതിന് എന്തോ അനിഷ്ടക്കേട് ഉണ്ട് എന്നുള്ളതാണ്. സംതിങ് അത് ഇഷ്ടപ്പെടുന്നില്ല, പ്രകൃതി ആ മതിൽ നിർമ്മാണത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് കവി അവിടെ പ്രസ്താവിക്കുന്നത്. ദ സംതിങ് മേക്സ് ഗ്രൗണ്ട് അണ്ടർ ദ വാൾ വിച്ച് റിസൾട്ട് ഡാമേജസ് ഇൻ ദ വാൾ. എന്തൊക്കെയോ ദ സംതിങ് മേക്സ് ഗ്രൗണ്ട് അണ്ടർ ദി വാൾ വിച്ച് റിസൾട്ട് ഡാമേജ് ഇൻ ദ വാൾ. എന്തൊക്കെയോ ദുരൂഹമായിട്ട് അവിടെ നടക്കുന്നത് പോലെ വർഷാവർഷം അതിൻ്റെ ഈ മതിലിന് അപകടം, ഈ പൊട്ടൽ സംഭവിക്കുന്നതായിട്ട്, അടിഭാഗത്ത് നിന്ന് പൊട്ടൽ സംഭവിക്കുന്നതായിട്ട് കവിക്ക് മനസ്സിലാക്കുന്നു. ഹി അക്യൂസസ് ഇറ്റ് ഓൺ ദി ഹണ്ടേഴ്സ് ഹൂ ബ്രേക്ക് ദി വാൾ ഇൻ ഓർഡർ ടു ക്യാച്ച് ദി ഹൈഡിങ് റാബിറ്റ്സ്. അവൻ പോയറ്റ് ആരെയാണ് കുറ്റപ്പെടുന്നത് ഇവിടെ? പോയറ്റ് അവിടെ വേട്ടക്കാരനൊക്കെ, ഹണ്ടേഴ്സൊക്കെ വരുന്നുണ്ട്. ഈ ഹണ്ടേഴ്സ്, വേട്ടക്കാരൻ പലപ്പോഴും ആ മതിലിൻ്റെ ദ്വാരത്തിലൊക്കെ ഒളിച്ചിരിക്കുന്ന ഈ മുയലിനൊക്കെ പിടിക്കാൻ വേണ്ടി ഈ ദ്വാരം ഉണ്ടാക്കുകയായിരിക്കാം, അല്ലെ ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിന് കേടുവരുത്തുന്നതായിരിക്കാമെന്ന് കുറ്റപ്പെടുത്തുന്നു. ദ നറേറ്റർ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഫോർ എ വാൾ where there is no cattle to trespass the boundary except the pine trees and apple orchard. ഈ കഥാകാരന്, ഈ കവിക്ക് എന്ത് മനസ്സിലാകുന്നില്ല? അവിടെ അത്തരത്തിലുള്ള ഒരു മതിൽ, അത്തരത്തിലുള്ള ഒരു കൽക്കെട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബൗണ്ടറി വേണോ എന്ന് കവി സംശയിക്കുകയാണ്. കാരണം അവിടെ അവർക്ക് രണ്ടു ഭാഗത്തും കടന്നു കയറാൻ പറ്റിയ, അതിക്രമിച്ച് കടന്നു കയറാൻ പറ്റിയ മൃഗങ്ങളോ അല്ലെങ്കിൽ കാറ്റിൽസോ അവിടെ ഉണ്ടായിരുന്നില്ല, പശുക്കളോ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ആകെ ഉണ്ടായിരുന്നത് കുറേ പൈൻ മരങ്ങളും ആപ്പിൾ തോട്ടങ്ങളുമാണ്. ദ നൈബർ വെൻറ്റ് ഓൺ റിപ്പയറിംഗ് ദ വാൾ ബൈ പിക്കിംഗ് അപ്പ് ദി ഫാളൻ സ്റ്റോൺ ആൻഡ് ഫില്ലിംഗ് ദി ഗ്യാപ്സ് ഇൻ ദി വാൾ ബൈ അറേഞ്ചിങ് ദി സ്റ്റോൺ ഓൺ അനദർ. നൈബർ ഈ റിപ്പയർ, ആ മതിൽ പുനർനിർമ്മിക്കുക എന്നുള്ള റിപ്പയർ പണി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയൊക്കെ അവിടെ താഴ്ന്ന വീട് കിടക്കുന്ന കല്ലുകൾ പെറുക്കിയെടുത്തിട്ട് അത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് ഓരോന്നായി അറേഞ്ച് ചെയ്തുകൊണ്ട് ആ ഇടിഞ്ഞു പോയ കല്ലുകൾ പുനഃസൃഷ്ടിക്കുകയാണ് ആ നൈബർ ചെയ്യുന്നത്. വെൻ ദ നൈബർ ഈസ് ഡൗട്ട്ഫുൾ അബൌട്ട് ദി മെൻഡിങ് ദ വാൾ, ദ നൈബർ ഓൺ ദി അതർ ഹാൻഡ് asserts that the wall is crucial to maintaining the relationship, summarizing his concept that good fences make good neighbors. When the neighbor is doubtful about the mending the wall, when the poet, not the neighbor, mainly the poet ആണ്, the poet എന്ന് നിങ്ങൾ മാറ്റണം. When the poet is doubtful about the mending the wall, the neighbor on the other hand asserts that the wall is crucial to maintaining the relationship. അപ്പോൾ കവി അങ്ങനെ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മതിൽ അവിടെ ഉണ്ടാകേണ്ട ആവശ്യത്തെക്കുറിച്ച് സംശയിക്കുന്നു. അത്തരത്തിലുള്ള മതിൽ അവിടെ ആവശ്യമുണ്ടോ എന്ന് സംശയിക്കുമ്പോൾ നൈബർ അത് ഒറ്റ കാര്യം മാത്രമേ നൈബർ പറയുന്നുള്ളൂ. നൈബർ അസേർട്സ് ദാറ്റ്, നൈബർ പ്രഖ്യാപിക്കുകയാണ് ദാറ്റ് ദ വാൾ ഈസ് ക്രൂഷ്യൽ, വാൾ അവിടെ അനിവാര്യമാണ്. എന്തിനു വേണ്ടി? ടു മെയിൻറ്റെയിനിങ് ദ റിലേഷൻഷിപ്പ്, അവരുടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചു പോകാൻ, ആ ബന്ധങ്ങൾ, അവരുടെ നിലനിൽക്കുന്ന ബന്ധങ്ങൾ ദൃഢമായി തുറന്നു കൊണ്ടുപോകാൻ മതിൽ ആവശ്യമാണ്, മതിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന് അയൽവാസിയെ നൈബർ പറയുകയാണ്. എന്തും കൂടി പറയുന്നുണ്ട്, സമ്മറൈസിങ് ഹിസ് കൺസെപ്റ്റ്, അവൻ്റെ ആശയം ചുരുക്കി പറയാണ്, ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്, നല്ല വേലികൾ, നല്ല മതിലുകൾ നല്ല അയൽവാസി ഉണ്ടാക്കുന്നു എന്നുള്ള അദ്ദേഹം ഒരു തത്വചിന്ത പോലെ ഒരു ആശയം കവിയുടെ മുമ്പിൽ പറയുകയാണ്. ദ പോയറ്റ് ബിലീവ്ഡ് ദാറ്റ് എ വാൾ വാസ് നീഡഡ് ഇഫ് ദേ ഹാഡ് കൗസ്. പോയറ്റ് വിശ്വസിക്കുന്നു, എന്താണ് വിശ്വസിക്കുന്നത്? അവിടെ അവർക്ക് മൃഗങ്ങൾ, പ്രത്യേകിച്ചും പശുക്കൾ, കാറ്റിൽസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു മതിൽ ആവശ്യമാണ്. യൂഷ്വലി ദ കൗസ് കുഡ് ബി മിക്സഡ് അപ്പ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എ വാൾ. പ്രത്യേകിച്ചും മതിലില്ല എങ്കിൽ പശുക്കൾ രണ്ട് പറമ്പിലും കയറിയിട്ട് മിക്സായി പോകാം, അതുപോലെ തന്നെ പരസ്പരം ശല്യം ഉണ്ടാക്കാം. പക്ഷേ ഹിയർ ദർ വെയർ നോ കൗസ് ആൻഡ് ഹി ഫീൽ ദാറ്റ് ഹിസ് നൈബേഴ്സ് ഇൻസിസ്റ്റിംഗ് ഓൺ ഹാവിങ് എ വാൾ ഈസ് ക്വൈറ്റ് അബ്സേർഡ്. പക്ഷേ ഇവിടെ പശുക്കളില്ല, അതുകൊണ്ട് തന്നെ കവിക്ക് തോന്നുകയാണ് ഈ നൈബർ എന്തിനാണ് ഇത്തരത്തെ നിർബന്ധിക്കുന്നത്, ഇൻസിസ്റ്റ് ചെയ്യുന്നത്, എത്തരത്തിലുള്ള മതിലവിടെ വേണം, അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നത് കവിക്ക് തോന്നുകയാണ് ഇറ്റ് ഈസ് ക്വൈറ്റ് അബ്സേർഡ്, അത് അസംബന്ധമാണെന്ന് കവിക്ക് തോന്നുകയാണ്. അബ്സേർഡ് മീൻസ് അസംബന്ധം.
He ironically presents his neighbor as a Stone Age savage as he continues the mending wall with the boulders. ദ്വയാർത്ഥമായിട്ട് കവി പറയാണ്, എൻ്റെ അയൽവാസി ഒരു ശിലായുഗത്തിൽ നിൽക്കുന്ന അപരിഷ്കൃതനായ ഒരാളെ പോലെയാണ്. കാരണം എപ്പോഴും കല്ലുകൾ എടുത്തുകൊണ്ട് ഇങ്ങനെ മതിൽ നിർമ്മിക്കുന്ന ഒരു ചിത്രമാണ് ആ കവിക്ക് അയാളിൽ കാണാൻ പറ്റുന്നത്. ദ നൈബർ അറ്റംപ്റ്റ്സ് ടു കൺവിൻസ് ഹിസ് നൈബർ ദാറ്റ് ദർ ഈസ് നോ നീഡ് ഫോർ ദി വാൾ. ഈ കവി പോയറ്റ് ദ നറേറ്റർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്താണ്, അവിടെ ഒരു വാളിൻ്റെ ആവശ്യമില്ല. അയാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വാളിൻ്റെ ആവശ്യം അവിടെയില്ല. നോ മാറ്റർ വാട്ട് ദ നറേറ്റർ സെയ്സ്, നറേറ്റർ എന്തൊക്കെ പറഞ്ഞാലും ശരി, കാര്യം ഉണ്ടായിരുന്നില്ല. ദ നൈബർ സ്റ്റാൻഡ്സ് ഹിസ് ഗ്രൗണ്ട്, നൈബർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. റിപ്പീറ്റിംഗ് ഓൺലി, എന്തുമാത്രം പറഞ്ഞുകൊണ്ട്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്, നല്ല വേലിക്കെട്ടുകൾ നല്ല അയൽവാസി ഉണ്ടാക്കും എന്നുള്ള ഒറ്റ ആശയം മാത്രം നൈബർ അയൽവാസി മുമ്പിൽ വെക്കുകയാണ്. ഇൻ ദി പോയം ദ പോയറ്റ് സേസ് ദാറ്റ് ഫ്രെറ്റേണിറ്റി ആൻഡ് ടോളറൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഫോർ എ ലീഡിങ് എ ഹാർമോണിയസ് ലൈഫ്. ഈ പോയത്തിൽ നിങ്ങൾ പോയത്തിൽ ആമുഖ ഭാഗത്ത് കാണുന്ന അല്ലാത്ത ലൈൻ തന്നെയാണിത്. ഇൻ ദ പോയം ദ പോയറ്റ് സേസ് ദാറ്റ് ഫ്രെറ്റേണിറ്റി ആൻഡ് ടോളറൻസ്, അതായത് സഹിഷ്ണുതയും സ്നേഹവും അതുപോലെ തന്നെ സാഹോദര്യമാണ് നമ്മുടെ ഹാർമോണിയസ് ലൈഫ് നയിക്കുന്നതിൽ, നല്ല സുഖകരമായ ജീവിതം നയിക്കൽ, നമ്മുടെ ഐക്യരൂപേണയുള്ള ജീവിതം നയിക്കുന്നതിൽ കാര്യമായ രണ്ട് ഘടകങ്ങളാണ് ഈ ടോളറൻസും ഫ്രാറ്റേണിറ്റിയും എന്ന് കവി പറയാണ്. ഹിയർ വി ഓൾസോ സീ ദാറ്റ് ദ ടു ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടേഴ്സ് who have different ideas about what exactly makes a person good neighbor. ഇവിടെ രണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നു. അവർക്ക് വ്യത്യസ്തമായ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ അയൽവാസിക്ക് ഇവിടെ എങ്ങനെയാണ് നല്ല നൈബർ ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് അയാൾ മുന്നോട്ട് വെക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ എപ്രീസിയേഷൻ എന്ന പറഞ്ഞുകൊണ്ട് ഒരു പാരഗ്രാഫ് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഈ ഭാഗം എഴുതി കൊടുത്താൽ മതി. പിന്നെ അടുത്ത് വരുന്നത് എലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ഫോളോയിങ് ലൈൻ ഇൻ എ പാരഗ്രാഫ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഇത് എപ്രീസിയേഷനിലേക്ക് പോകണ്ട, അത് കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ ഫിലോസഫി കാഴ്ചപ്പാട് എന്ന് പറയുന്നത് തത്വചിന്ത കാഴ്ചപ്പാട് അടങ്ങിയ ഒരു ലൈനാണിത്. അത് കുറച്ച് ആ ലൈന് മാത്രം കുറച്ച് വിശദീകരിച്ചാൽ ഇതിന് ഉത്തരം എഴുതാവുന്നതാണ്. 4 മാർക്കിന് ഇതിനു മുമ്പ് നിങ്ങൾ പരീക്ഷയിൽ ഇതേപോലെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതേണ്ട കാര്യങ്ങൾ നോക്കുക. എല്ലാത്തിനും അതിൻ്റെ കഥ മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ ഡീപ്പായി പോകണമെങ്കിൽ അതിൻ്റെ പോയിൻറ്റ്സ്, ചോദ്യകർത്താവ് ഉദ്ദേശിച്ച പോയിൻറ്റ്സും കൂടി കൂട്ടിച്ചേർത്ത് കഥയുടെ കൂടെ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ലഭിക്കുകയുള്ളൂ. ഇത് നോക്കാം. ദ ടൈറ്റിൽ ഓഫ് ദി പോയം മെൻഡിങ് വാൾ റെഫേഴ്സ് ടു ദി സെൻട്രൽ തീം ഓഫ് ദി പോയം. ഇത് ഈ കവിതയുടെ കേന്ദ്ര കഥാതന്തു തന്നെയാണ് മെൻഡിങ് വാൾ എന്ന ആ ഹെഡിങ്ങിൽ കാണിക്കുന്നത്. In the poem, Frost creates 2 distinct characters who have different ideas about what exactly makes a person good neighbor. ഈ പോയത്തിൽ രണ്ട് വ്യത്യസ്തമായ വ്യക്തിത്വമുള്ള രണ്ട് കാഴ്ചപ്പാടുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള രണ്ട് വ്യക്തികളെ ആണ് അവതരിപ്പിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് അതിൽ നല്ല നൈബർ ഉണ്ടാകാൻ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് ഉള്ള വ്യക്തമായ കാഴ്ചപ്പാട് അയാൾക്കുണ്ട്. ദ പോയറ്റ്സ് നൈബർ repeatedly says his philosophy that good fences make good neighbors. പോയറ്റിൻ്റെ അയൽവാസി പലപ്പോഴും ഒരു തത്വചിന്ത അടങ്ങിയ ഒരു ലൈന് ഇവിടെ പറയാണ്. അതെന്താണ്? ഗുഡ് ഫെൻസസ് മേക്ക് എ ഗുഡ് നൈബേഴ്സ്. അക്കോർഡിംഗ് ടു ദി നൈബർ, ഇൻ ഓർഡർ ടു റിറ്റെയിൻ എ ഹെൽത്തി ആൻഡ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്. കവിയുടെ അഭിപ്രായത്തിൽ, ആ നൈബറിൻ്റെ അഭിപ്രായത്തിൽ, ഇൻ ഓർഡർ ടു റിറ്റെയിൻ എ ഹെൽത്തി ആൻഡ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്, ഈ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സൗഹൃദവും ആരോഗ്യകരമായ സൗഹൃദവും നിലനിർത്താൻ ഇറ്റ് ഈസ് നെസറി ടു ഹാവ് എ ബാരിയർ ബിറ്റ്വീൻ ദം. അവിടെ ഒരു ബാരിയർ, ഒരു മതിൽ പോലുള്ള ഒരു ലിമിറ്റ്, ഒരു തടസ്സം അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് ഈ നൈബർ പറയുന്നത്. ബട്ട് ദ പോയറ്റ് ബിലീവ്സ് ഇൻ ദ ക്വൈറ്റ് ഓപ്പോസിറ്റ് വ്യൂ. പക്ഷേ കവിക്ക് ഇതിൽ നിന്നും തികച്ചും ഒരു മറുവശമുള്ള കാഴ്ചപ്പാടാണ് കവിക്കുള്ളത്. അക്കോർഡിംഗ് ടു പോയറ്റ്, the fence is good for protection of the land. കവിയുടെ അഭിപ്രായത്തിൽ ഭൂമി സംരക്ഷിക്കാൻ ഒരു മതിൽ അത്യാവശ്യമാണ്. ബട്ട് ഇറ്റ് മേ സെപ്പറേറ്റ് us ഫ്രം ദി ഹാർട്ട്. പക്ഷേ അത് നമ്മളെ പലപ്പോഴും ഹൃദയത്തിൽ നിന്നും നമ്മളെ തരംതിരിക്കുന്നതായിട്ട് പലപ്പോഴും കാണപ്പെടുന്നുണ്ട്. ഹി ഓൾസോ ബിലീവ്സ് ദ നേച്ചർ ഡസ് നോട്ട് ലൈക്ക് സെപ്പറേഷൻ. അവൻ എന്തും കൂടി വിശ്വസിക്കുകയാണ്, ഈ പ്രകൃതിക്ക്
പ്രകൃതി അത്തരത്തിലുള്ള സെപ്പറേഷൻ, വേർതിരിവ് ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ടെൻസ് ടു ഡിസ്ട്രോയ് ദി വാൾ. അതുകൊണ്ട് തന്നെയാണ് കവിതയിൽ പറഞ്ഞ പോലെ പ്രകൃതിയെ തന്നെ ഈ മതിലിൻ്റെ അടിഭാഗം ഈ സ്പ്രിംഗ് ടൈമിൽ ഇളക്കിയിടുന്നതായിട്ട്, അല്ലെങ്കിൽ നശിപ്പിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഡാമേജ് വരുന്നതായിട്ട് കവി കാണുന്നത്. ഹി ഓൾസോ ബിലീവ്സ് ദാറ്റ് നേച്ചർ ഡസ് നോട്ട് ലൈക്ക് സെപ്പറേഷൻ ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ടെൻസ് ടു ഡിസ്ട്രോയ് ദി വാൾ. അറ്റ് ദി സെയിം ടൈം the neighbor considered that the wall and fences are necessary for healthy relationship. അതേസമയം കവി നൈബർ കാണുകയാണ് ഈ വാളും ഫെൻസസൊക്കെ നല്ല ആരോഗ്യകരമായ ബന്ധത്തിന് അത്യാവശ്യമാണെന്നുള്ള വിശ്വാസമാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് ബൗണ്ടറീസ് ബിറ്റ്വീൻ ദ നൈബർ ദ റിലേഷൻഷിപ്പ് വിൽ നോട്ട് ലാസ്റ്റ് ലോങ്. ബൗണ്ടറി ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ റിലേഷൻഷിപ്പ് അധികകാലം നീണ്ടു നിൽക്കില്ല. അതുകൊണ്ട് ഹീ പ്രൊനൗൺസസ്, അവനെപ്പോഴും പ്രഖ്യാപിക്കുന്നു, അവനെപ്പോഴും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല ഫെൻസസ് ആണ്, നല്ല മതിലുകളാണ് നല്ല അയൽവാസി ഉണ്ടാക്കുന്നുള്ള കാഴ്ചപ്പാടിൽ അത് അഭിപ്രായം ഈ നൈബർ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത് നോക്കുക, 2 ക്വസ്റ്റ്യൻ അവിടെ കവർ ചെയ്തു. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദി പോയം മെൻഡിങ് വാൾ. ഇതൊരു മറ്റൊരു പാരഗ്രാഫ് ചോദ്യമാണ്. എന്താണ് പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോയം മെൻഡിങ് വാൾ? മെൻഡിങ് വാളിൽ കവി ഉപയോഗിച്ച പോയറ്റിക് ഡിവൈസ് എന്താണ്? പോയറ്റിക് ഡിവൈസ് നമുക്കറിയാം, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയും. അതായത് ഉപമ ഉൽപ്രേഷം, രൂപകം എന്ന് പറഞ്ഞ സാഹിത്യത്തിലെ ഭംഗി കൂട്ടാൻ വേണ്ടി, അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി കമ്പയർ ചെയ്യുന്ന, ഉപമിക്കുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സാണ് പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ടെക്നിക്സ് എന്താണെന്ന് ആദ്യം പറയാം, പിന്നീട് അത് ഏതൊക്കെ ടെക്നിക്സാണ് ഈ കവിതയിൽ ഉപയോഗിച്ചത് എന്ന് പറയാം. നമുക്ക് റോബർട്ട് ഫോസ്റ്റ് അപ്ലൈഡ് മെനി പോയറ്റിക് ഡിവൈസസ് ഇൻ ദ പോയം മെൻഡിങ് വാൾ. റോബർട്ട് ഫോസ്റ്റ് ഇവിടെ ഈ പോയറ്റിക് ഡിവൈസ്, ധാരാളം പോയറ്റിക് ഡിവൈസ് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പോയറ്റിക് ഡിവൈസ് ആർ ദി ടെക്നിക്സ്, ഇവിടെ കണ്ടോ, പോയറ്റിക് ഡിവൈസ് ആർ ദി ടെക്നിക് ദാറ്റ് ദി പോയറ്റ് യൂസ് ടു ക്രിയേറ്റ് റിതം, എൻഹാൻസ് ഇമോഷൻ ഇൻ ദർ പോയട്രി. പോയറ്റിക് ഡിവൈസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ടൂൾസാണ്. അത് ഈ കവിതയ്ക്ക് സംഗീതം ലഭിക്കുവാനും, അത് ശ്രുതി അല്ലെങ്കിൽ അതുപോലത്തെ താളം ലഭിക്കുവാനും, അതുപോലെ തന്നെ ഈ കവിതയിൽ ഒരു വികാരം ജനിപ്പിക്കാനും കൂടി, ഒരു ഫീലിങ്സ് ജനിപ്പിക്കാനും കൂടി. അത് നമുക്കറിയാം, കവിത പലപ്പോഴും താളാത്മകമായി പാടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ പ്രസൻറ്റേഷനിൽ തന്നെ ഒരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക്കൽ ലൈൻസ് ഈ കവിതയിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇറ്റ് ക്രിയേറ്റ്സ് റിതം എൻഹാൻസ് ഇമോഷൻ ഇൻ ദർ പോയട്രി. കവിതയിൽ നല്ല ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കും, താളം ഉണ്ടാക്കിയെടുക്കും. അതിനുവേണ്ടിയാണ് കവികൾ ഈ പോയറ്റിക് ഡിവൈസ് ഉപയോഗിക്കുന്നത്. ദ മെയിൻ പോയറ്റിക് ഡിവൈസസ് ആർ റൈം, സിമിലി, മെറ്റഫർ, ഇമേജറി, എലിട്രേഷൻ ആൻഡ് പേഴ്സോണിഫിക്കേഷൻ. പ്രധാനപ്പെട്ട ഡിവൈസ് എന്ന് പറയുന്നത് താളം, റൈം വരാം, സിമിലി ഉപമ വരാം, അതുപോലെ തന്നെ മെറ്റഫർ രൂപകം വരാം, ഇമേജറി സങ്കല്പങ്ങൾ വരാം, അതുപോലെ തന്നെ എലിട്രേഷൻ വാക്കുകളുടെ താളത്തുള്ള വാക്കുകളുടെ ആവർത്തനം വരാം, ആൻഡ് പേഴ്സോണിഫിക്കേഷൻ അതുപോലെ തന്നെ വ്യക്തിത്വം നൽകാം. ദ പോയറ്റ് ഹിയർ എംപ്ലോയ്സ് ദ പോയറ്റ് ഡിവൈസ് ലൈക്ക് ഇമേജറി, പേഴ്സോണിഫിക്കേഷൻ, റൈം ആൻഡ് മെറ്റഫർ. നമ്മുടെ കവി ഇവിടെ നമ്മുടെ കവിതയിൽ ഉപയോഗിച്ചത് ഇമേജറി പോലുള്ള, പേഴ്സോണിഫിക്കേഷൻ പോലുള്ള, റൈമും മെറ്റഫർ, ഈ 4ഓളം ഉപമകൾ, 4ഓളം ഈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് കവി ഇവിടെ ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണാം. ഏതൊക്കെ ലൈനിലാണ് അത്തരത്തിലുള്ള പോയറ്റിക് ഡിവൈസ് ഉപയോഗിച്ചതെന്ന് നമുക്കവിടെ കൂടി ചേർത്താൽ മതി. ദ പോയം ഹാസ് എ ഫൈൻ റിതം. ദ എക്സലൻറ്റ് ഇമേജറി ഇൻ ദ പോയം ഇൻക്ലൂഡ്സ്. നല്ല ഇമേജറി, സാങ്കല്പികമായി അവതരിപ്പിച്ചത് അല്ലെ, ബിംബം അവതരിപ്പിച്ച് എന്താണ് നോക്കൂ. ഹൗ ദ സ്പ്രിംഗ് സീസൺ കോസസ് ദി ഗ്രൗണ്ട് ടു സ്വെൽ ആൻഡ് ലൂസൺ ദി ബൗൾഡേഴ്സ്. അപ്പോൾ നോക്കുക, ആ ബിംബം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ അതിൻ്റെ പിക്ചർ, അങ്ങനെ കവിതയുടെ ലൈനിലൂടെ ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു പിക്ചറായിട്ട് അവതരിപ്പിക്കുന്ന ആ ഒരു കവിയുടെ കഴിവാണ് ഇവിടെ ഇമേജറി ആയിട്ട് നമുക്ക് കാണുന്നത്. ഹൗ ദ സ്പ്രിംഗ് സീസൺ, നമുക്കത് കാണുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. ഹൗ ദ സ്പ്രിംഗ് സീസൺ കോസസ് ദി ഗ്രൗണ്ട് ടു സ്വെൽ ആൻഡ് ലൂസൺ ദി ബൗൾഡേഴ്സ്. അതെങ്ങനെയാണ് ഈ സ്പ്രിംഗ് സീസണിൽ താഴെ കിടക്കുന്ന മതിലിൻ്റെ അടിഭാഗം ഇങ്ങനെ ഈ വെള്ളം നിറഞ്ഞ്, അതായത് വീർത്ത് വരികയും അങ്ങനെ ലൂസാകുകയും അങ്ങനെ കല്ലുകൾ ഊർന്നു വീഴുകയും ചെയ്യുന്നത്. ദ ഹണ്ടേഴ്സ് ട്രസ്പാസ് വിത്ത് ദർ ബാർക്കിംഗ് ഡോഗ്സ്. പിന്നെ വേട്ടക്കാരൻ തൻ്റെ പട്ടികളുമായി, തൻ്റെ ഡോഗ്സുമായിട്ട് അവിടെ കടന്നു വരുന്ന ചിത്രങ്ങൾ.
അതുപോലെ തന്നെ ദ വിവിഡ് പിക്ചേഴ്സ് ഓഫ് ദി വാൾ ആൻഡ് സറൗണ്ടിങ് ലാൻഡ്സ്കേപ്പ്, അവിടെ തന്നെ മതിലിൻ്റെ ചിത്രങ്ങളും ആ പരിസരത്തുള്ള ചിത്രങ്ങളും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ഇമേജ് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം ദ പേഴ്സോണിഫിക്കേഷൻ യൂസ്ഡ് വെൻ ദി വാൾ ഈസ് ഗിവൺ ലൈക്ക് ഹ്യൂമൻ ക്വാളിറ്റീസ് സ്റ്റേ വെയർ യു ആർ. അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ മീൻസ് എന്താണ്? യൂസ്ഡ് വെൻ ദി വാൾ ഈസ് ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റീസ്, അതായത് ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് നമ്മൾ ഹ്യൂമൻ ലൈഫ് കൊടുക്കുക, ജീവനില്ലാത്ത വസ്തുവിന് നമ്മൾ ജീവൻ കൊടുക്കുക. അതാണ് ആ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ലൈൻ നമുക്ക് കവിതയെ കാണാം, ഹീ ഗിവ്സ് അസ് ലൈറ്റ് ആൻഡ് ഹീറ്റ്, ഹീ ഗിവ്സ് അസ് എന്ന് പറയുന്നത്. അപ്പോൾ സണ്ണിന് നമ്മൾ അയാൾ എന്ന് ഉപമിച്ചിരിക്കുകയാണ്, അതുപോലെ പേഴ്സോണിഫിക്കേഷൻ ചെയ്തിരിക്കുകയാണ്, അതായത് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാ പാഠത്തിലും ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തിരിക്കുന്നത് കാണാം. സ്റ്റേ വെയർ യു ആർ, മതിലിനോട് പറയാണ്, അല്ലെങ്കിൽ കല്ലിനോട് പറയാണ് സ്റ്റേ വെയർ യു ആർ, നിങ്ങൾ അവിടെ നിൽക്കൂ. അപ്പോൾ നിങ്ങൾ അവിടെ നിൽക്കൂ എന്നുള്ള ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തതുകൊണ്ടാണ് അവിടെ പേഴ്സോണിഫിക്കേഷൻ എന്ന പോയറ്റിക് ഡിവൈസ് കവി ഉപയോഗിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹി ഓൾസോ യൂസ്ഡ് ദി മെറ്റഫോർ ഇൻ കോളിംഗ് ദി ബൗൾഡേഴ്സ് ആസ് ലവ്സ് ആൻഡ് ബോൾസ്. രൂപം മെറ്റഫറായിട്ട് ഉപയോഗിച്ചത് ഹി ഓൾസോ യൂസ് ദി മെറ്റഫർ ഇൻ കോളിംഗ് ദ ബൗൾഡേഴ്സ്. ആ ഉരുളൻ കല്ലുകളെ വിശേഷിപ്പിച്ചത് ലോബ്സ് എന്നും അതുപോലെ തന്നെ ബോൾസ് എന്നും ആയിട്ടാണ്. ദ വാൾ ഇറ്റ് സെൽഫ് ഇസ് എ സിംബൽ ഓഫ് ബാരിയർ വിത്ത് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ബിറ്റ്വീൻ പീപ്പിൾ. ഇവിടെ വാൾ തന്നെ ഏതിൻ്റെ പ്രതീകമാണ്? സിംബോളിക്കായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ദ വാൾ ഇറ്റ് സെൽഫ് ഇസ് എ സിംബൽ ഓഫ് ബാരിയർ ബോത്ത് വിത്ത് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ. ശാരീരികമായും മാനസികമായുള്ള ഒരു മതിൽക്കെട്ട് പോലെ, ഒരു മതിൽ പോലെ, ഒരു തടസ്സം പോലെ ആയിട്ടാണ് ഈ മതിൽ കവി അവതരിപ്പിച്ചത്. ഞങ്ങളുടെ പീപ്പിളിൻ്റെ ഇടയിലുള്ള ജനങ്ങളുടെ ഇടയിലുള്ള ഒരു തടസ്സം പോലെ ആയിട്ടാണ് ഈ മതിലിനെ കവി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് ദി ബാരിയർ വി ക്രിയേറ്റ് ഇൻ റിലേഷൻഷിപ്പ്. അതെന്ത് കാണിക്കുന്നു? അത് പ്രതിപാദിക്കുന്നു, അതിലെടുത്ത് കാണിക്കുന്നു. ഇത് ഞങ്ങളുടെ ഇടയിലുള്ള നമ്മൾ സൃഷ്ടിക്കുന്ന അതിരുകളായിട്ട് കവിക്ക് തോന്നുകയാണ് ആ മതിലിനെ. അപ്പോൾ ഇതോടുകൂടി ആ പാഠഭാഗത്തുള്ള മെയിനായിട്ടുള്ള പാസേജ് വായിച്ച് അതിൻ്റെ മീനിങ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇനി നിങ്ങൾ പാഠഭാഗത്തിൽ വരുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ക്ലാസ് റൂമിൽ സ്കൂൾ ക്ലാസ്സുകളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം ഈ 3 പാരഗ്രാഫ് നിങ്ങൾ ബൈ ഹാർട്ട് തന്നെ പഠിച്ചു പോകണം. അതുകൊണ്ട് തന്നെ അതിൽ തന്നെ പല പ്രധാനപ്പെട്ട പോയിൻറ്സും അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ ഈ ടെസ്റ്റിൻ്റെ ബാക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കാണുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ പഠിക്കണം. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് വരാം. ഏതെങ്കിലും ഒരു പുറമേന്ന് കവിത തന്നിട്ട് ഈ കവിതയായിട്ട് അതിനുള്ള സാമ്യം കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ചോദിക്കുക. അതും ഈ കവിതയുടെ പോയിൻറ്റിന് സമാനമായ ഒരു ആശയമുള്ള കവിതയായിരിക്കും പലപ്പോഴും ചോദിക്കുന്നത്. അത് നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഈ കവിതയുടെ ആശയം എഴുതുക. അതോടൊപ്പം തന്നെ ആ കവിതയിലും അത്തരത്തിലുള്ള ആശയം കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വന്തം ഭാഷയിൽ ഡിസ്ക്രൈബ് ചെയ്താൽ മതി. അതിൻ്റെ ഗ്രാമർ തെറ്റുകുറ്റങ്ങളും നിങ്ങൾ നോക്കേണ്ട. നിങ്ങളെ റൈറ്റിംഗ് സ്കില്ല് പരിശോധിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. അത് നിങ്ങൾ നന്നായി എഴുതി കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതിൽ കുറച്ച് സ്പെല്ലിങ് മിസ്റ്റേക്ക്, നൈബർ എന്ന് പോലുള്ള സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തം തിരുത്താൻ ശ്രമിക്കുക. ഇത് ഏറ്റവും സിമ്പിളായിട്ട് കൊടുത്ത 3 പേസേജാണ്, ക്വസ്റ്റ്യനാണ്. ആ പേസേജ് നിങ്ങൾ ഒരിക്കൽ കൂടി അത് ഡീപ്പായി പഠിക്കണമെന്ന് ഈ സമയത്ത് നിർദ്ദേശിക്കുകയാണ്. അത്രമാത്രമേ ഈ കവിതയെക്കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള +2 പഠിക്കാനുള്ള കൂടുതൽ ഭാഗം കൂടി വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് വേണം. ഇൻ ദ സെൻസ് യു പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് കമൻറ്റ് ഓൾസോ ഷെയർ ദി വീഡിയോ as an encouragement to do more and more video based on the your syllabus for the upcoming examination. Thank you.